സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ രാമായണ കഥയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 6ഉം 7ഉം ശ്ലോകമാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ദ്രൻ കൊടുത്തയക്കപ്പെട്ടതായ തേരിൽ ഇരുന്ന് രഥമുണ്ട്, കവചമുണ്ട്, രഥകവചവും ജംഭാരി സംപ്രേഷിത രഥകവചവും. ജംഭാരി ഇന്ദ്രനാൽ അയക്കപ്പെട്ട രഥകവചങ്ങളെ കൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രാവണ കഴുത്തുകളെ ഛേദിച്ച് അഗ്നിശുദ്ധയായിട്ടുള്ള സീതയെ സ്വീകരിക്കുകയും ഇന്ദ്രൻ വരം കൊടുത്തതനുസരിച്ചിട്ട് ജീവിപ്പിക്കപ്പെട്ട എല്ലാ വാനരന്മാരോടുകൂടി വിഭീഷണ സഹിതം ലങ്കാഭർത്ര നിജനഗരമായിരിക്കുന്ന അയോധ്യയിലേക്ക് പുഷ്പക വിമാനത്തിൽ സീതയോടുകൂടി മടങ്ങി എത്തി എന്ന് പറഞ്ഞു. അടുത്തത് പ്രീതോ ദിവ്യാഭിഷേകേർ ആയുധസമധികാൻ വത്സരാൻ വര്യരം സീൻ മൈഥില്യാം പാപവാച ശിവശിവ കിലതം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയശുദ്രപാശം താവത് വാത്മീകിഗേഹേ കൃത വസതിരുപാ സൂതസീതാസുതൗതേ. 8, 9, 10 ഉത്തരരാമായണമാണ്. പട്ടാഭിഷേകം വരെയാണ് അധ്യാത്മരാമായണം. പട്ടാഭിഷേകത്തിന് ശേഷമുള്ള ചില സംഭവങ്ങളില്ല, അതൊന്നുമില്ല. ഉത്തരരാമായണം മുഴുവനൊന്നുമില്ല. അതിൻ്റെ ആ സത്തായിട്ടുള്ള ചില സംഗതികൾ പറഞ്ഞ് രാമായണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രീതോ ദിവ്യാഭിഷേക രാമായണത്തിൻ്റെ അവസാന ഭാഗം പട്ടാഭിഷേകത്താൽ പ്രീതനായിക്കൊണ്ട് 10,000 കൊല്ലം രാജ്യം ഭരിച്ചു. ആയുധം 10,000. കുറേ വർഷം. സംസ്കൃതത്തിൽ സംഖ്യയ്ക്ക് അത്ര അർത്ഥമുള്ളൂ. എന്തായാലും 10,000 വർഷം. സമധികാൻ വത്സരാൻ പര്യരംസീൻ, 10,000-ൽ പ്ലസ്സും ഉണ്ട്. ആണ് ആയുധ സമധികാൻ. അധികാൻ എന്ന് പറയുന്നത് 10,000-ലധികം വർഷം. വത്സരാൻ പര്യരംസീൻ. അതിനുശേഷം എന്തുണ്ടായി? പാപവാച മൈഥില്യാം അഭ്യകാസി. ആരോ പറഞ്ഞതനുസരിച്ച് തൻ്റെ പത്നിയെ മൈഥിലി സീത ഉപേക്ഷിച്ചു. പാപവാച ഗർഭിണി മൈഥില്യാം ഗർഭിണിയായിരിക്കുന്ന മൈഥിലിയെ ഉപേക്ഷിച്ചു. ശിവ എന്ന ആശ്ചര്യം കാണിക്കുന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു. ശിവ കിലതാം ഗർഭിണീം അഭ്യകാസി. ഗർഭിണിയായിട്ടുള്ള സ്വപത്നി കുറ്റക്കാരത്തിയല്ല എന്ന് എല്ലാ അറിവും ഉണ്ടായിട്ട് ഗുരുവായൂരപ്പ വല്ലവരും പറഞ്ഞിട്ട് എന്തിനാ അങ്ങ് ഉപേക്ഷിച്ചത് എന്ന് പട്ടേരിപ്പാടിന് ഉപേക്ഷിച്ചത് നന്നായി എന്നെൻ്റെ അഭിപ്രായം ഇല്ല എന്ന് തോന്നും വായിച്ച് കേട്ടാൽ. അല്ലെങ്കിൽ ശിവ കിലതാം ഗർഭിണിയും അഭ്യകാസി, അത് വേണ്ടിയിരുന്നോ? പലർക്കും അഭിപ്രായമുള്ളൊരു വലിയ വിവാദ വിഷയമാണ് അത്. സത്യത്തിൽ അതൊക്കെ പ്രക്ഷിപ്തമായിട്ടുള്ള ഭാഗമാണ്. ഉത്തരരാമായണം തന്നെ പ്രക്ഷിപ്തമാണ് എന്നും, അതല്ല ഉത്തരരാമായണം ഉണ്ടായിക്കോട്ടെ അതിൽ കുറേ കാര്യങ്ങൾ പ്രക്ഷിപ്തമാണ് എന്നും അഭിപ്രായമുണ്ട്. എനിക്ക് അതിനോടാണ് യോജിപ്പുള്ളത്. രാമായണം ഉണ്ടാവും. കാരണം ഇവിടെ വന്നിട്ടുള്ള ഒരാൾ അങ്ങോട്ട് സ്വർഗാരോഹണം ചെയ്ത് പോകണം. സ്വർഗാരോഹണത്തിലല്ല, സ്വർഗത്തിലേക്കല്ല, വൈകുണ്ഠം സ്വസ്ഥാനത്തേക്ക് ഭഗവാൻ പോയാലേ കഥ കഴിയൂ. പക്ഷേ അതിൽ കുറേ ഭാഗങ്ങൾ പ്രക്ഷിപ്തമാണ്. എല്ലാറ്റിലും ഉണ്ട്. രാമായണം അല്ലാത്ത രാമായണത്തിൽ പ്രക്ഷിപ്തമല്ലേ? ഉണ്ടാവാം. പിന്നെ ഇപ്പോൾ രാമായണത്തിൽ പ്രക്ഷിപ്തം ഉണ്ടായാലും അതിൽ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചതും ഒന്നും ശരിയായിട്ടുള്ളൊരു നടപടിയാണ് എന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പോൾ സീത
രാവണവധം കഴിഞ്ഞിട്ട് ഒരുപാട് സീതയെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നു. എങ്ങനെയത് ചെയ്യാന്ന് രാമൻ? അപ്പോൾ വല്ല കാരണമുണ്ടോ? ഇത് പാപവാചയെങ്കിലും ഉണ്ട്, ആരോ പറഞ്ഞു എന്നെങ്കിലും ഉണ്ട്. പക്ഷെ അതും ഇല്ലല്ലോ. കാണാൻ ഇങ്ങനെ 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 കൊതിച്ചിരിക്കുമ്പോൾ കണ്ട ഒരാളെ തോന്നിയത് പറയുക. എന്താ അതിനർത്ഥം? ഒരു മനസ്സും അങ്ങനെ പെട്ടെന്ന് നേരെ വിപരീതത്തിലേക്ക് ആവില്ല. ദോശ തിരിച്ചിടണ പോലെ അതുവരെ കാണാൻ അങ്ങനെ ആഗ്രഹിച്ച് കണ്ടപ്പോൾ നേരെ തിരിയുക. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഒരു കാരണം പോലും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം അതൊക്കെ പ്രക്ഷിപ്തമാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് വേണ്ടിയിരുന്നു എന്ന അർത്ഥത്തിലാണ് ശിവശിവക്കില്ല താം ഗർഭിണിയും അഭ്യാസി, ആ ഗർഭിണിയെ അങ്ങ് ഉപേക്ഷിച്ചല്ലോ എന്ന് അത്ഭുതം പ്രകടിപ്പിച്ച് പറഞ്ഞപ്പോൾ ശ്രീകോവിൽ നിന്ന് അശരീരി ഉണ്ടായി. സാരമില്ല ഭട്ടേരി, നാടകമല്ലേ. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടല്ലോ ലക്ഷ്മിയായിട്ട്, സീതയുണ്ടോ, നിങ്ങൾ തമ്മിലുണ്ടോ പിരിയണു? നാടകത്തിൽ ഇപ്പോൾ ആരെന്തൊക്കെ ചെയ്യും? വെടി വെച്ച് കൊന്നു, പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു ഒക്കെ കാണാം പോലെ തന്നെയുള്ളൂ. സാരമില്ല, ഒക്കെ ഒരു നാടകം എന്നുള്ള രീതിയിലൊരു അശരീരി ശ്രീകോവിൽ നിന്നുണ്ടായി എന്ന് പറയപ്പെടുന്നു. അതിനും തെളിവൊന്നുമില്ല കേട്ടോ. ശിവശിവകില താം ഗർഭിണീം അഭ്യഹാസി ശത്രുഘ്നേനാർത്തയിത്ത ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രഭാഷം. ലവണാസുരൻ എന്ന് പറഞ്ഞിട്ടൊരസുരനെ ശത്രുഘ്നൻ വധിച്ചതായിട്ട് ലവണാസുരവധം കഥകളിയുണ്ട് ഇല്ലേ? രാമായണം കഥകളിക്കാർ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്, എടുത്തിട്ടുണ്ട് അവർ. ലവണനിശിചരൻ, നിശിചരൻ രാക്ഷസൻ. ലവണാസുരനെ ശത്രുഘ്നൻ വധിച്ചു, ശത്രുഘ്നാൽ വധിപ്പിക്കപ്പെട്ടു. പ്രാർത്ഥയ ശൂദ്രഭാഷം, ശത്രുഘ്നനെ കൊണ്ട് ലവണാസുരനെ വധിപ്പിച്ചിട്ട് അധാർമികമായ ശംഭുകൻ എന്ന ശൂദ്രനെ വധിച്ചു. ശംഭുക വധം എന്ന് പറഞ്ഞിട്ടൊരു രാമായണത്തിൽ ഇവിടെ ശൂദ്രഭാഷന്നേ പറഞ്ഞിട്ടുള്ളൂ, പേര് പറഞ്ഞിട്ടില്ല. പേര് ശംഭുകൻ എന്നാണെന്ന് പറയപ്പെടുന്നു. പ്രാർത്ഥയ വധിപ്പിച്ചു. ആർദ്ദയിത്വ ലവണനിശിചരം, ലവണാസുരനെ വധിച്ചു, ശംഭുകനെ വധിപ്പിച്ചു. ശത്രുഘ്നേന ആർദ്ദയിത്വ വധിപ്പിച്ചിട്ട് ആരേക്കുക? ലവണനിശിചരം ശൂദ്രഭാഷം പ്രാർത്ഥയ. ശരിക്കും ഒരു ക്രിയ മതി, 2 പ്രാവശ്യം വെച്ചു. ശ്ലോകത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് 2 ക്രിയ വെച്ചു എന്നേ ഉള്ളൂ. രണ്ടാളെയും കൂടി ഒന്നിച്ച് തട്ടായിരുന്നു. ആ ശംഭുകനെ വധിപ്പിച്ചിട്ട് താവത് വാത്മീകിഗേഹേ കൃതവസ്ഥിതിരുപാസൂത സീതാ സുതൗ തേ. ആ സമയത്ത് ലക്ഷ്മണനോട് സീതയെ കാട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കൊണ്ടുപോകും. ലക്ഷ്മണ ഉപേക്ഷിക്കാനാണെന്ന് പറഞ്ഞാൽ അവിടെ രംഗം വഷളാവും. സീത വരില്ല, കരച്ചിലാവും, വേറൊന്നാവും. അത് പറയണ്ട. ഇടയ്ക്ക് അങ്ങനെ പതിവുണ്ട്, കാടൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് എഴുത്തിയമ്മയെ കൊണ്ടുപോവുക. അവിടെ എവിടെയെങ്കിലും തഞ്ചപ്രകാരം ആക്കിയിട്ട് ഇങ്ങോട്ട് പോരപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പോന്നോ, പിന്നാണ് പോകണ്ട. അങ്ങനെയുണ്ടല്ലോ സീതാപഹരണം അടക്കണ്ടായത്. ചിലപ്പോൾ ഈ സീതയെ ഉപേക്ഷിക്കുന്നതിനുള്ളൊരു പരിശീലനമാവാം സീതാപഹരണം എന്നാണ് ലക്ഷ്മണന് കൊടുത്തത്. ഇതൊക്കെയല്ല, എങ്ങനെയാണ് സീതയെ ഉപേക്ഷിക്കുക എന്ന് പഠിപ്പിച്ചതാവാം. തമാശയായിട്ടോ, അതൊന്നും കാര്യമില്ല. അതേപോലെ എങ്ങനെയെങ്കിലും നീ സീതയെ ഉപേക്ഷിച്ച് പോരണം എന്ന് ലക്ഷ്മണനോട് പറഞ്ഞ് കാട് കാണാൻ എന്ന വ്യാജേന സീതയെ ഉപേക്ഷിപ്പിച്ചു. അവിടെ സംരക്ഷണം കൊടുത്തത് വാൽമീകി ഗേഹേ. വാൽമീകിയാണ് സീതയ്ക്ക് സംരക്ഷണം കൊടുത്തത്, മഹർഷിയാണ്. അവിടെ 2 കുട്ടികളെ പ്രസവിച്ചു ലവകുശന്മാർ. സീത കർത്താവ്, സൂത പ്രസവിച്ചു. ആരേ തേ സുതൗ, ഗുരുവായൂരപ്പ അങ്ങയുടെ പുത്രന്മാർ. അതൊക്കെ ചില്ലറക്കാരാവുമോ? ഈശ്വരപുത്രന്മാരാണ്. അതാണ് സീത തേ സുതൗ സൂത. സൂത എന്നവിടെ പറഞ്ഞാൽ അവിടെ വെർബാണ്. പ്രസവിച്ചു 2 കുട്ടികളെ ലവകുശന്മാരെ സീത പ്രസവിച്ചല്ലോ എന്ന് പറയാണ്. പ്രീതോ ദിവ്യാഭിഷേകേർ ഐതസമതിയാൻ വത്സരാൻ പരിചരനുസരിച്ച് 10,000 വർഷം രാജ്യം ഭരിച്ചു. സീതയെ ഉപേക്ഷിച്ചു. മൈഥില്യാം പാപവാച ശിവശിവ കിലതാം ഗർഭിണീമഭ്യകാസി. രാമൻ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിച്ച് വന്ന് സീതയെ ഉപേക്ഷിച്ചു, സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ സ്വീകരിക്കില്ല എന്ന അലക്കുകാരിയോട് അലക്കുകാരൻ പറഞ്ഞതായിട്ടാണ് പറയണത്. ആലോചിച്ചാൽ വളരെ കഷ്ടമുണ്ട്. കാരണം ഒരു ഉയർച്ച സംസ്കാരവും ഇല്ലാത്ത അലക്കുകാരന്മാരൊക്കെ അങ്ങനെയെന്നല്ല കേട്ടോ പറഞ്ഞത്.
സാധാരണ നിലയ്ക്ക് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസമോ അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്ത ഒരാളാണ് അലക്കുകാരൻ ആണല്ലോ ആ പണിക്ക് നിൽക്കുന്നത്. അവൻ പറഞ്ഞിട്ട് എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? കുറച്ച് പണ്ഡിതനോ ബ്രാഹ്മണനോ സമൂഹത്തിന് കുറേയും കൂടി ഉയർന്ന ഒരു സ്ഥാനമുള്ള ആളോ ഒന്നുമല്ല പറഞ്ഞിരിക്കണം. വെറും ഒരു അലക്കുകാരൻ പറഞ്ഞിട്ട് ഉപേക്ഷിക്കണോ? സത്യത്തിൽ ഗർഭിണീമഭ്യകാസി ശത്രുഘ്നേന ആത്മയിത്താ ലവണ നിശ്ചരം. ശത്രുഘ്നെ കൊണ്ട് ലവണാസുരനെയും ശംഭൂകനെയും വധിപ്പിച്ചിട്ട് വാൽമീകിയുടെ അവിടെ ആ സീത തേ സുതൗ സീത അങ്ങയുടെ പുത്രന്മാരെ പ്രസവിച്ചു. ലവനും കുശനും ഇരട്ടകളാണ്. താവത് വാൽമീകിഗേഹേ കൃതവസതി രൂപാസൂത സീതാസുതൗ തേ. ഞാൻ അവിടുന്ന് അങ്ങോട്ട് പറയുന്നു. വാൽമീകേ സുതോത്കാപിത മധുരകൃതേരാജ്ഞയായജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ചിരിം അവിശദസോ ത്വഞ്ചകാലാർത്തിദോബോ ഏതോ സൗമിത്രിഘാതി സ്വയമത സരയൂമഗ്നനിശേഷവൃത്യൈ സാഗം നാഗം പ്രയാദോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. ഭഗവത് സ്വധാമഗമനം, സ്വർഗാരോഹണമല്ല, സ്വധാമഗമനം. സ്വധാമം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്ഥാനം എന്നർത്ഥമാണ്. ഏതാ തൻ്റെ സ്ഥാനം? വൈകുണ്ഠം. ഭഗവാന്റെ വൈകുണ്ഠഗമനാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. വാൽമീകേ ത്വത്സുതോത്കാപിത മധുരകൃതേ. വാൽമീകി എന്ത് ചെയ്തു? രാമായണം രചിച്ചു. വാൽമീകിയാണല്ലോ രാമായണം രചിച്ചു. അവിടുന്നാണ് വാൽമീകി രാമായണം തുടങ്ങുന്നത്. മനോഹരമായിട്ടുള്ള രാമായണം. ആ കാട്ടിൽ പക്ഷികളിൽ ഒരെണ്ണം മമ്പെയ്ത് വീഴ്ത്തപ്പെട്ടപ്പോൾ മാനിഷാദ പ്രതിഷ്ഠാത്വം മഗമാ ശാശ്വതീ സമാ. പക്ഷിയെ ശപിച്ചു, അല്ല കാട്ടാളനെ ശപിച്ചു. ദുഷ്ടക്കാട്ടാള, നിനക്കൊരിക്കലും സ്വസ്ഥത കിട്ടാതെ പോട്ടെ. കാട്ടാളനെ ശപിച്ചപ്പോൾ ആ വാൽമീകി വളരെയധികം അസ്വസ്ഥനായി. എല്ലാവർക്കും സ്വസ്ഥത ഉണ്ടാവാനല്ലേ മഹർഷിമാർ ശ്രമിക്കേണ്ടത്? ആർക്കും അശാന്തി ഉണ്ടാവാനല്ല മഹർഷിമാരുടെ ദൗത്യം തന്നെ ശാന്തി കൊടുക്കല. അത് പശ്ചാത്തപിച്ചിരിക്കുമ്പോൾ ബ്രഹ്മദേവൻ വന്നു. അത് വലിയൊരു കാവ്യത്തിൻ്റെ മുന്നോടിയാണ്. അങ്ങ് വിഷമിക്കേണ്ട, അങ്ങനെ ഒരു ഗ്രന്ഥത്തെ രചിക്കാൻ പറയുന്നു, രാമായണം രചിക്കണു. അത് കഴിഞ്ഞപ്പോൾ അതൊരാളെ പഠിപ്പിക്കണ്ടേ? ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? പഠിപ്പിച്ചു രവകുശന്മാരെ. അവരിങ്ങനെ പാടി വരുമ്പോഴാണ് അനവധി ഋഷിനെയൊക്കെ കിട്ടിയവർക്ക് പലരും ശുതിമധുരമായ ആ സ്വരത്തിൽ ലവകുശന്മാരുടെ രാമായണ ആലാപനം കേട്ടു. രാമനും അതൊന്ന് കേൾക്കണമെന്ന് തോന്നി തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊടുന്നു. അവിടെ വെച്ചിട്ട് പറഞ്ഞു ചുരുക്കത്തിൽ. എന്നിട്ട് അതിനെ വിസ്തരിക്കുന്നതായിട്ടാണ് വാൽമീകി രാമായണം തന്നെ വരിക. വാൽമീകേ ത്വസ്സുതോദ്ഗാപിത മധുരകൃതേ ആജ്ഞയായജ്ഞവാടേ. സീതാമാപ്ത് ആണ് യാഗശാലയിൽ വെച്ച് ലവകുശന്മാരെ കൊണ്ട് രാമായണത്തിൻ്റെ കാവ്യം ഗാനം ചെയ്യിച്ചു. മധുരമായിട്ടുള്ള സ്വരത്തിൽ എല്ലാവർക്കും ആകർഷണം ഉണ്ടാവുന്ന വിധത്തിൽ പാടുകയും ചെയ്തു ആ കുട്ടികൾ. വാൽമീകിയോട് എന്താണ് ഇതിന് പ്രതിഫലം ദക്ഷിണ വേണ്ടത് എന്ന് ചോദിച്ചു. സീതാന്തയ്യ ആപ്തുകാമേ, സീതയെ സ്വീകരിക്കണം. ഇതിനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്ങ് അതാണ് ചെയ്യേണ്ടത്, വേറൊന്നും എനിക്ക് വേണ്ട. വാൽമീകിക്ക് എന്തിനാ സ്വർണ്ണം നോക്കാം? ഇരിക്കാൻ വല്ല പുല്ലിൻ്റെ ഉണ്ടാക്കിയ സാധനങ്ങളോ പായ്കഴികളും വെച്ച് ഭക്ഷിക്കണ മഹർഷിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാവും? ലോകത്തിലുള്ള സ്വർണ്ണാദി രത്നാദി കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് താല്പര്യതുകൊണ്ട് എന്ത് ചെയ്യാനാ? അതൊന്നും വേണ്ട. അങ്ങൊരു കാര്യം ചെയ്യണം. ഈ സീത ശുദ്ധയാണ്. എന്താ ഞാൻ പറയണു? അഗ്നി പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, എന്നിട്ട് വേണ്ടേ? ഇതാണല്ലോ സ്വീകരിച്ചത്. ഇപ്പം മഹർഷി പറഞ്ഞു സീതാം തൊയ് ആപ്തുകാമേ ചിതിം അവിശദസൗ, അമ്മേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും കൂടി അഗ്നി പരീക്ഷണം വേണം എന്നായി ഭഗവാൻ രാമൻ. ഇത്രയൊക്കെ പരീക്ഷണം കഴിഞ്ഞിട്ട് ഇനിയും പരീക്ഷണോ? അമ്മേന്ന് പറഞ്ഞ് ഭൂമിദേവിയെ ഒന്ന് അങ്ങോട്ട് വിളിച്ചു. ഇതാണോ ലോകം? സത്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇതാണ് ലോകം. അപ്പോൾ അങ്ങനത്തെ ലോകത്തിൽ സീത ഒരു ഉദാഹരണമാണ്. അനവധി സ്ത്രീകൾ വിഷമം അനുഭവിക്കുന്നു എന്ന കാര്യത്തെ കാണിച്ചതാവാം കഥക്കൂടെ. തുഞ്ചകാലാർത്തിതോ ഭൂ. സീത ഭൂമിയിലേക്ക് താണുപോയതോടു കൂടിയിട്ടോ ഭഗവാൻ തൻ്റെ സ്ഥാനമായിരിക്കുന്ന
വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. രാമൻ്റെ ആ കഥ അവിടെയുണ്ട് അവസാനിക്കുകയാണ്. 9ാമത്തെ ശ്ലോകം പകുതി വരെ. ഇനി അവിടുന്ന് അങ്ങോട്ട് ലക്ഷ്മണൻ്റെ കാര്യമാണ്. ഹേതോ സൗമിത്രിഖാതി സ്വയമത സരയൂമഗ്ന നിശേഷവൃത്തി. ബാക്കി എല്ലാവരും സരയൂ നദിയിൽ പോയി മുങ്ങി അവരുടെ ജീവൻ ത്യജിച്ചു, ശരീരം ത്യജിച്ചു. അപ്പോൾ സൗമിത്രിയെ വധിക്കണം, അതിനൊരു കാരണം ഉണ്ടാക്കി. സൗമിത്രിയെ വധിക്കാൻ ഭഗവാന് കഴിയില്ല. കാരണം അങ്ങനൊരു സഹോദരനെ കിട്ടില്ല. 3 സഹോദരന്മാരും ആരാരാ മീതേ എന്നാണ്. എങ്കിലും ഒന്ന് മീതയും കൂടിയാണ് ലക്ഷ്മണൻ. നല്ല സഹോദരന്മാരാ. ഭരതനാ മോശം, പിന്നെ ശത്രുഘ്ന മോശമാവുമോ? പക്ഷേ എങ്കിലും ഒന്ന് മീതെ ആരാ നോക്കിയാൽ അത് ലക്ഷ്മണനാ. ആ ലക്ഷ്മണനുമായിട്ടുള്ള ആത്മബന്ധം കാട്ടിലേക്ക് പോയത് ആരാ? ബാക്കി രണ്ടാളുമല്ല. അത്ര ആത്മബന്ധമുണ്ട്. ആ ശത്രുഘ്നനെ തൻ്റെ കൈകൊണ്ട് വധിക്കാൻ സാധ്യമല്ല. യമനെ കൊണ്ട് വധിപ്പിക്കാനുള്ള ഒരു ഉപായം ഭഗവാൻ മെനഞ്ഞെടുത്തു എന്നാണ്. എല്ലാവരെയും ഇവിടെ നിർത്താൻ പറ്റില്ല. എന്തായാലും ഇവിടെ വന്നവരൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോകണമല്ലോ. അതുകൊണ്ട് പറഞ്ഞു യമൻ അവിടെ വന്ന്, കാരണം യമൻ അങ്ങോട്ട് കടക്കാൻ തന്നെ പറ്റില്ല എന്നാണ്. രാമൻ്റെ രാജ്യത്തേക്ക് യമന് പ്രവേശനമില്ല, അത്ര നോ അഡ്മിഷനാണ്. ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് യമൻ വന്നത്. ഭഗവാന് മനസ്സിലായി, ഭഗവാന്റെ ഒത്താശയുണ്ട് അതിന്. ഇപ്പം ലക്ഷ്മണ, ഞങ്ങൾ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടണം, നീ ഇവിടെ നിൽക്ക്. ഇതിൻ്റെ ഇടയിൽ ആര് വന്നാലും ഇങ്ങോട്ട് കടത്തി വിടരുത് കേട്ടോ. കടത്തി വിട്ടാൽ നിനക്ക് ജീവനാശം ഉണ്ടാവുമെന്ന് പറഞ്ഞു. കുടുങ്ങിയോ? തുടങ്ങി സംഭാഷണം. അതാ വരുന്നു ദുർവാസാവ്. മൂക്കത്തെ ചുണ്ടിയിലെ ആളാ വരുന്നത്. രാമനെ കാണാനാണ്. ലക്ഷ്മണ പോട്ടെ, അത് കിടന്നോട്ടെ. പറ്റില്ല. എന്താ അത്? എനിക്ക് രാമനെ കാണാൻ ഒരാളുടെ സമ്മതം വേണമെന്നായി ദുർവാസാവ് മഹർഷി. ഇവിടെ മാറൂ, ഞാൻ കാണും. ലക്ഷ്മണൻ വരയ്ക്കാൻ തുടങ്ങി. ദുർവാസാവ് ചില്ലറക്കാരനല്ല, തന്നെ ശപിച്ച് ഭസ്മാക്കി കളയും. കടത്തിവിട്ടാലോ യമൻ തന്നെ കൊല്ലും. ഇതാണ് വ്യവസ്ഥ. ആര് വന്നാലും ലക്ഷ്മണനെ കൊല്ലും. ആലോചിച്ചു ഇപ്പം എന്താ വേണ്ടത്. അവസാനം ഉത്തരം കിട്ടി. തന്നെ വധിച്ചോട്ടെ. ദുർവാസാവ് കോപിച്ചാൽ കുലം മുഴുവനെയാണ് വധിക്കപ്പെടുക. അതിന് വേഗം താൻ മരിക്കല്ലേ, കടന്നോളൂ. സമ്മതിക്കേണ്ടി വന്നു ലക്ഷ്മണ. താൻ പോയാലും പോട്ടെ, വേറെ ആർക്കും ഇവിടെ ദുർവാസാവിന് ദേഷ്യം വരരുത് എന്ന് വിചാരിച്ചിട്ടേ ദുർവാസാവിനെ ഇങ്ങോട്ട് കാണേണ്ടതും ആരാ ഇങ്ങോട്ട് കടത്തി വിട്ട വെച്ചു. ലക്ഷ്മണൻ വരാൻ പറയൂ. ലക്ഷ്മണനെ വധിച്ചു യമൻ. അങ്ങനെ ഹേതോ സൗമിത്രിഖാതി, കാര്യവശാൽ സൗമിത്രിയെ വധിക്കപ്പെട്ടു. സൗമിത്രിയെ വധിച്ചു. സ്വയമത സരയൂമഗ്ന നിശേഷവൃത്തി, തൻ്റെ എല്ലാ പരിവാരങ്ങളോടും കൂടിയിട്ട് സരയൂ നദിയിൽ മുങ്ങി ദേഹം ഉപേക്ഷിച്ചു. സാകം നാഗം പ്രയാതോ, നാഗം സ്വർഗം. സ്വർഗം എന്നവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ, ശരിക്കും വൈകുണ്ഠത്തിൽ പോയി. നിജപദമഗമോ ദേവ വൈകുണ്ഠമാത്യം. വാനരന്മാരുണ്ടല്ലോ, അവരൊക്കെ ദേവന്മാരുടെ അവതാരമായതുകൊണ്ട് അവർ സ്വർഗത്തിലേക്കാണ് പോയത്. സാകം നാഗം പ്രയാതോ, ദേവന്മാരൊക്കെ സ്വർഗത്തിലേക്ക് പോയി, ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയി. നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം, ആദ്യത്തെ സ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് അങ്ങും പോയല്ലോ. ഭഗവത് സ്വർഗാരോഹണം ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ ഒരു ശ്ലോകം കൊണ്ട് ആ രാമായണം അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.